لا نحتاج المال كي نزداد جمالا جوهرنا هنا في القلب تلالا. تقبل الله منا ومنكم عيد مبارك علينا وعليكم. تقبل الله منا ومنكم. ഹായ് എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. ഞാനപ്പോൾ ഇന്ന് ഈദ് വ്ളോഗിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ ലെറ്റ്സ് വാച്ച്. അപ്പോൾ നമ്മൾ ഈദിൻ്റെ ഒരു ദിവസം മുന്നെയാണ് പർച്ചേസിങ്ങിന് പോയത്. നമ്മൾ സുറേന്ന് അൽറായിലോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് നാസർ സ്പോർട്സ് എന്ന ഷോപ്പിലാണ്. അവിടെ നമ്മൾ പോയത് പിന്നെ ഷാഫിക്ക് മൈ ഹസ്ബൻഡിന് പിന്നെ ടീഷർട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്, ഇതിൻ്റെ ഡ്രസ്സ്. സോ നമ്മളവിടുന്ന് 2 ടീഷർട്ടാണ് എടുത്തത്. സോ യു ക്യാൻ വാച്ച് വാട്ട് വി ആർ പിക്കിംഗ് ഫ്രം ദർ. പടുത്തുണ്ട്. നമ്മൾ ഇവിടുന്ന് മാർവൽ ബ്രാൻഡിൻ്റെ ഒരു ബ്ലാക്ക് ടീഷർട്ടും പിന്നെ ഒരു പോളോ ബ്ലൂ ടീഷർട്ടാണ് എടുത്തത്.
സ്പോർട്സ് കഴിഞ്ഞിട്ട് പിന്നെ പോയത് മാക്സിലാണ്. മാക്സ് ഓർ റെഡാക്ക്, അവിടെ നിന്നാണ് എനിക്കും ലൈറ്റ് ഡ്രസ് എടുക്കുന്നത്. മാക്സ് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പം സെയിം കളർ പാൻറ്റ് ആൻഡ് ഷർട്ട്. ഇപ്പം ഇതിപ്പം കുറേ ആയി പോകുന്നു. അതിൻ്റെ വേറെ നല്ല മോഡൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് മാക്സിന്ന് എടുത്തത് ഈ ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളർ പാൻറ്റും ഈ ഷർട്ടുമാണ്. ഇറ്റ്സ് വെരി നൈസ്. ഇതിന് 10 KD ആണ്. അപ്പോൾ മാക്സിന് എനിക്കതാണ് എടുത്തത്. മോൾക്ക് ഫ്രോക്ക്, ഗ്രീൻ കളർ ഫ്രോക്ക്. ഇവിടെ ചെറിയ കുട്ടികളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് സോ ക്യൂട്ട്. ദിസ് ഓഫ് വൈറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് ഞാൻ റൗണ്ട് ചെയ്തൊന്ന് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയതാണ് ലുലുന്ന് ഡ്രസ്സ് എടുക്കാറില്ല. ലുലുന്ന് നമ്മൾ വീട്ടിലേക്കുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങാനാണ് ലുലുവിൽ പോവാറ്. പിന്നെ ഒരു നൈറ്റി അവിടുന്ന് വാങ്ങി, അത് അവിടുന്ന് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ മുകളിലാണ് ഇത്. മുകളിൽ ലുലുവിൻ്റെ ഡ്രസ്സൊക്കെ ഉള്ള ഏരിയ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ വി ഡോണ്ട് ടേക്ക് ഡ്രസ്, ഓൺലി നൈറ്റി അവിടുന്ന് എടുക്കും. ഇത് താഴെ എൻട്രൻസ് ആണ് ലുലുവിൻ്റെ. അപ്പോൾ ഈദ് മുബാറക്ക് ആയതുകൊണ്ട് അവർ നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മോൾ അവിടുന്ന് പിന്നെ മെഹന്തി പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. അത് ലുലുന്ന് വാങ്ങിച്ചാലേ നമുക്ക് ശരിയാവുള്ളൂ, വേറെ എവിടുന്നും നമുക്ക് ശരിയാവില്ല. അപ്പം ലുലുലാണ് എപ്പോഴും പോവാറുള്ളത്. അപ്പോഴും നമ്മൾ ഇവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ചു. ബിരിയാണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പിന്നെ ഫ്രൂട്ട്സ് അതൊക്കെ വാങ്ങിച്ചു. സ്നാക്സിൻ്റെ ഏരിയയിലോട്ട് പോയി. അവിടുന്ന് നമ്മൾ യൂഷ്വലി മിനി ഫത്തായർ, പിന്നെ എഗ് പഫ്, പിന്നെ ചിക്കൻ പിയാസോ, ചിക്കൻ ടിക്ക, അങ്ങനെയുള്ള കുറച്ച് സ്നാക്സ് വാങ്ങി വിട്ടു. ഞാൻ കണ്ണൂർ കിച്ചൻ റെസിപ്പി തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ആക്കിയത്. അതിന് 8 ഉള്ളി, 4 തക്കാളി, പിന്നെ 8 ഗ്ലാസ് അരി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പേസ്റ്റ്, ലെമൺ ലിക്വിഡ്, പിന്നെ യോഗാട്ട്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആക്കിയത്. ഇത് ആ 8 ഒനിയനിൽ 4 ഒനിയൻ മസാലയാക്കാനും 4 ഒനിയൻ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടും ആണ് ഞാൻ ഉപയോഗിച്ചത്. പിന്നെ 2 വലിയ ചിക്കനാണ് എടുത്തത് ബിരിയാണിക്ക് വേണ്ടി. ഇത് ചെയ്ത് വെച്ച ഒനിയനും പിന്നെ കാഷ്യും ഡ്രൈ ഗ്രേപ്സുമാണ് റൈസിൻസ്. അപ്പോൾ 4 ഉള്ളി വഴറ്റുന്നുണ്ട്. അതിലേക്ക് ഇത് കഴുകി വെച്ച ചിക്കൻ, പിന്നെ വഴറ്റിയ ഉള്ളിയിലേക്ക് ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റും, പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും സോൾട്ടും ഇട്ട് കഴിഞ്ഞ് നന്നായി വഴറ്റിയപ്പം അതിലോട്ട് ചിക്കൻ ഇട്ട് ഒരു 10 മിനിറ്റ് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് ടൊമാറ്റോ ഇട്ടു. പിന്നെ ലെമൺ
അതിനുശേഷം നമ്മൾ ഒന്ന് ചിക്കൻ കുക്കായതിനു ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓനിയൻ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ആണ് ആക്കിയത്. അത് ഞാൻ ചിക്കൻ 1 മണിക്കൂർ മുന്നേ മുളക് പൊടി കുരുമുളക് പൊടിയും പിന്നെ സോസും ഒരു മുട്ടയും പിന്നെ കോൺഫ്ലോറൊക്കെ ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്തു. മോൾക്ക് ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. ഇത് സിമ്പിളായിട്ടാക്കിയ ചിക്കൻ ഫ്രൈ ആണ്. ഇതും കണ്ണൂർ കിച്ചൻ്റെ റെസിപ്പി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. ശരിക്കും നല്ല ടേസ്റ്റാണ്. അവരെല്ലാ റെസിപ്പിയും നമ്മളാക്കിയാൽ നല്ലതായിട്ടാണ് ഇതുവരെ വന്നത്. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി അത് നമ്മൾക്കത് അട്ടിയിടണം. പിന്നെ ഇത് റൈത്തക്ക് വേണ്ടിയിട്ട് കുക്കുംബർ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം അട്ടിയിടാൻ തുടങ്ങി. അപ്പം നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കിന്. കാരണം നമ്മുടെ നെയ്ബേഴ്സിന് നമ്മൾ പെരുന്നാൾക്ക് കൊടുക്കാറുണ്ട് ഫുഡ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി റെഡിയായി. നമ്മൾക്കെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞത്. റൈത്തയിൽ ക്യൂക്കുംബറും പിന്നെ ക്യാരറ്റും ഓനിയൻ ടൊമാറ്റോ ഇതൊക്കെയാണ് ഇട്ടത്. Thank you for watching. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ please put like, share and subscribe. See you next time.